അമേരിക്കയുമായുള്ള ആണവ ചർച്ചകളിലേക്ക് ഇറാൻ കടക്കുകയാണെന്ന വാർത്തകൾക്ക് പിന്നാലെ നിലപാട് വ്യക്തമാക്കി ഇറാൻ. അമേരിക്കയുടെ ഭീഷണിക്ക് ഇറാൻ വഴങ്ങില്ലെന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ മുഖ്യ ഉപദേഷ്ടാവ് അലി ഷംഖാനി വ്യക്തമാക്കി. ആണവ ചർച്ചയിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്നും സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാൻ വിട്ടു നൽകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ ആണവ ചർച്ചകളിൽ നിന്ന് പിന്മാറുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല. എന്തുവന്നാലും സമ്പുഷ്ടീകരിച്ച യുറേനിയം വിട്ടു നൽകിക്കൊണ്ടുള്ള സമവായത്തിനില്ല എന്ന് സൂചനയാണ് അലി ഷംഖാനി നൽകിയിരിക്കുന്നത്. അമേരിക്ക ഉപരോധങ്ങൾ നീക്കിയാൽ ആലോചിക്കാമെന്നും ഷംഖാനി വ്യക്തമാക്കി. ഇറാൻ അമേരിക്കയുമായി ആണവ ചർച്ചയിലേക്ക് കടക്കുമെന്ന തരത്തിൽ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഉചിതമായ സാഹചര്യം ഉരുത്തിരിഞ്ഞാൽ ചർച്ചകൾക്ക് തയ്യാറാണെന്നും ഇറാൻ വിദേശകാര്യമന്ത്രിയെ ഇതിനായി ചുമതലപ്പെടുത്തിയെന്നും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പറഞ്ഞതായി റിപ്പോർട്ടുണ്ട്. ഇസ്താംബൂളിലായിരിക്കും ചർച്ചകൾ നടക്കുകയെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. മിഡിൽ ഈസ്റ്റിലെ പ്രധാന അറബ് ഇസ്ലാമിക് രാഷ്ട്രങ്ങൾ ചർച്ചയിൽ പങ്കെടുക്കുമെന്നും ഇറാന്റെ ആണവ പദ്ധതി തന്നെയാകും പ്രധാന ചർച്ചയെന്നും റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. അതേസമയം ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ വൻ തീപിടുത്തം. ജന്നത്ത് അബാദ് മേഖലയിലെ ഷോപ്പിംഗ് സെന്ററിലാണ് തീപിടുത്തമുണ്ടായത്. 200 കടകളാണ് ഷോപ്പിംഗ് സെന്ററിലുണ്ടായിരുന്നത്. അപകടത്തിൽ ആളപായമോ പരിക്കുകളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. തീ പടരുന്നത് തടയാനുള്ള ശ്രമം തുടരുകയാണ്. ഒരു ഷെഡിൽ നിന്നാണ് തീ പടർന്നതെന്ന റിപ്പോർട്ടുകളുണ്ട്. തീപിടുത്തത്തിൽ പ്രദേശമാകെ കറുത്ത പുക പടർന്നതായി ടെഹ്റാൻ എമർജൻസി സർവീസ് അറിയിച്ചു. ഭരണവിരുദ്ധ പ്രതിഷേധങ്ങളുമായി ബന്ധമുണ്ടോ എന്ന സംശയമുണ്ടെന്നും സുരക്ഷാ ഏജൻസികളുടെ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു.